തെന്നല ബാലകൃഷ്ണപിള്ള എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ വിയോഗത്തിലൂടെ കോൺഗ്രസിലെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ സൗമ്യമുഖമാണ് മറയുന്നത്. മനുഷ്യസ്നേഹിയും മാതൃകാ നേതാവുമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഒരില പൊഴിയുന്ന നിശബ്ദതയോടെയാണ് തെന്നല കോൺഗ്രസിന്റെ ശബ്ദമുഖരിതമായ രാഷ്ട്രീയത്തിൽ നിന്ന് മറയുന്നത്. വിവാദങ്ങൾക്കോ വിഴുപ്പലക്കൾക്കോ ഇടകൊടുക്കാതെ ആ കതിറിന്റെ വെണ്മ പോലത്തെ രാഷ്ട്രീയ ജീവിതം. അതെ, തെന്നല ബാലകൃഷ്ണപിള്ള വിട പറയുമ്പോൾ രാഷ്ട്രീയ കേരളം ഓർമ്മിക്കുക നിസ്വാർത്ഥനായ ആ പൊതുപ്രവർത്തകന്റെ പക്വതയാർന്ന നേതൃപാടവമാണ്. സമൂഹത്തിലെ അടിത്തട്ടിൽ കഴിയുന്ന സാധാരണക്കാരായ ഇന്നും ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിന് രൂപം കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 3 തവണ രാജ്യസഭാംഗമായും 2 തവണ MLA ആയും പാർലമെന്റ് രംഗത്ത് പ്രവർത്തിച്ചു. 2 തവണ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. കോൺഗ്രസിന് 100 സീറ്റ് സമ്മാനിച്ച അധ്യക്ഷനായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്ക് പിടികൊടുക്കാത്ത നേതാവ്, പ്രലോഭനങ്ങൾക്ക് മുന്നിൽ മുട്ടുമുടക്കാത്ത നേതാവ്. അതുകൊണ്ട് തന്നെ AI ഗ്രൂപ്പ് പോരിൽ തെന്നല ബാലകൃഷ്ണപിള്ള അധ്യക്ഷ സ്ഥാനം ത്യജിച്ച് ഇന്ദിരാഭവന്റെ പടിയിറങ്ങി. അതൊരു ട്രാജഡി ആയിരുന്നുവെന്ന് ഇന്ന് AK ആന്റണി വരെ അനുസ്മരിക്കുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡികളൊന്നാണ്. പക്ഷെ ഇത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു ധാരണയാണ്. പക്ഷെ ആ ധാരണ ഇങ്ങനെ നടപ്പാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. കൊല്ലം സൂര്യനാട്ടെ സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം. എന്നാൽ എളിമയാർന്ന ജീവിതത്തിലൂടെ പൊതുപ്രവർത്തകർക്ക് മാതൃകയായ ഗാന്ധിയനായി. ആൾക്കൂട്ടങ്ങളിലും ആരവങ്ങളിലും അഭിരമിക്കാത്ത തെന്നലയെ രാഷ്ട്രീയത്തിലെ പുതുതലമുറ അനുസ്മരിക്കുകയല്ല, മാതൃകയാക്കുകയാണ് വേണ്ടത്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.